വേസ്റ്റ് ഇടുന്ന ഭയങ്കര പ്രശ്നം തന്നെ. അത് ആൾക്കാരെ കൊണ്ട് നിയന്ത്രിക്കാൻ ഒന്നും ഒരു രക്ഷയില്ല. ഒരു കോർപ്പറേഷൻ ആളിനെ ഡ്യൂട്ടിക്കൂടെ ഇട്ടുന്നപ്പോൾ പാലത്തിന്റെ മുകളിൽ തിരിച്ചു വന്നിട്ട് ഗുണ്ടകളെ വാളുമായിട്ട് വന്നു തിരിച്ചോടിച്ച് പുള്ളി. കോർപ്പറേഷന്റെ വിനോദം എന്ന് പറയും, ആറ്റുകാലിലുള്ള വിനോദിനെ നൈറ്റ് ഡ്യൂട്ടി കിട്ടപ്പോൾ ഞാൻ അപ്പുറത്തെ കട ഇട്ടിക്കുന്ന ആളാണ് പുള്ളി എൻ്റെ സുഹൃത്തുമാണ്. ഞാൻ കൂടെ വന്ന് നോക്കുമ്പോൾ പുള്ളി വിളിച്ചോണ്ട് ഓടെയാണ്, ഞാനും ബാക്കിൽ ഓടെയാണ്. ബാഗ് നോക്കിയപ്പോഴാണ് 3 പയ്യന്മാർ വാളുമായിട്ട് വന്ന് ഇവിടെ ഓട്ടിക്കുന്നത്. സ്ഥിരം മാലിന്യ നീക്കം നടക്കുന്നൊക്കെ ഉണ്ടോ? രാത്രി സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. മാലിന്യം മാറ്റുന്നുണ്ട് ഇവിടുന്ന് രാത്രി എല്ലാം. അവർ മാറ്റുകയും ചെയ്യുന്ന ഡ്യൂട്ടിക്ക് ആളിനെ ഇട്ടിട്ടുണ്ട്, കോർപ്പറേഷനിൽ നിന്ന് ആളിനെ ഇട്ടിട്ടുണ്ട്. അവരെ ഓട്ടിക്കുകയാണ്. ആരാണ് ഇവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികളാണോ എങ്ങനെയാണ്? ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആട്ടോകളിൽ കൊണ്ടുവരുന്നുണ്ട്, സൈക്കിളുകളിൽ കൊണ്ടുവരുന്നുണ്ട്. നല്ല ഇവിടുത്തെ റെസിഡൻസുകാർ സഹിതമുണ്ട്, റെസിഡൻസ് ഉണ്ട്, കരയോഗമുണ്ട്. അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ ആരെ കുറ്റം എല്ലാവരും ഉണ്ട്. ശരിക്കും ചേട്ടാ ഇവിടെ ഇപ്പം ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നാണോ? അതോ ഗ്രില്ലുണ്ടായിരുന്നു, കണ്ട ക്ലീൻ ചെയ്തപ്പോൾ മാറ്റിയതാണ് അവർ. അതെല്ലാം അടുത്ത് മുറിച്ച് കളഞ്ഞതാണ്, അതിന്റെ മുകളിൽ കൂടെ കൊണ്ടിടുക. ഇവിടെ ഇതാണ് അവസ്ഥ. നമുക്ക് ഇപ്പുറത്ത് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. ഇപ്പുറത്ത് നമുക്ക് അവരുടെ വീട്ടുകാരുടെ കൂടി ഒരു പ്രതികരണം തേടാം. ചേച്ചി, ഇവിടെ കുറെ നാളായി ഇത്തരം പ്രശ്നമൊക്കെ തുടങ്ങിയിട്ട്? എത്ര നാളായി ഇപ്പൊ ഇങ്ങനെ സംഭവം? അതായത് ഇത്തരത്തിൽ വേസ്റ്റ് ഒക്കെ കൊണ്ടുവരും, നിങ്ങൾ പരാതിയൊക്കെ പെട്ടതാണോ? അയ്യോ, എത്രയോ വർഷമായി ഇങ്ങനെ കിടക്കാൻ വെച്ചാൽ അവർ കൂടി 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 നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കുടിക്കാൻ പോലും ഭയങ്കര നാറ്റവും ഗ്യാസാണ്. വേസ്റ്റ് ഇടയ്ക്ക് ഒരു ഇതേപോലെ മാറി ആശിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറേയൊക്കെ വാരിയൊക്കെ കൊണ്ടുപോയി പിന്നെ എടുത്തോണ്ടൊക്കെ പോകും. അങ്ങനെ വാരി കൊണ്ടൊക്കെ കുറേയൊക്കെ പോയിക്കൊണ്ടൊക്കെ ഇരുന്നു. എന്നാലും വാരും പിന്നെ ഇതേപോലെ അവിടെ നിന്ന് ഇങ്ങ് തള്ളി എല്ലാം കൂടെ ഇവിടെയാണ് വന്ന് അടഞ്ഞു കിടക്കണം. നമ്മൾ ഡെയിലി ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നും പണിയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നും പണിയുണ്ട്. ഞാൻ ഇതിൽ പോകുമ്പോൾ എന്നും പണിയുണ്ട്. കുറേ കാലമായി പണി നടക്കണം. പക്ഷേ ഇവിടെ ഈ രീതിയിൽ വേസ്റ്റ് വരാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വ്യാപാരികൾ, ഹോട്ടൽ വ്യാപാരികളാണ് ഇതിൻ്റെ എല്ലാം ഈ കോഴിക്കാലാണ് കൂടുതലും ചാക്കി കെട്ടി കൊണ്ടെറിഞ്ഞിട്ട് പോണത്. നെറ്റെല്ലാം എടുത്ത് കാക്കി, നെറ്റും ക്യാമറയൊക്കെ വെച്ചുണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റിയത് ഇതിന് ഒരു സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ല, ഈ വർഷങ്ങളെ കുറേ കാലമായിരുന്ന നെറ്റ് ഇവിടെ കാണാനില്ല. ഇവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ഈ ഇരിക്കുന്ന വേസ്റ്റ് മുക്കതും പരിശോധിച്ചാൽ കംപ്ലീറ്റ് കോഴിക്കാലും കോഴി വേസ്റ്റുമാണ്. ഈ ഹോട്ടൽ വേസ്റ്റാണ് കംപ്ലീറ്റ് ഇവിടെ ഉള്ളത്. ഒന്നും നടക്കില്ല കേട്ടോ. ഇതിപ്പോ ജനങ്ങള് പാലത്തിലെ ബ്രിഡ്ജിന്റെ ഞങ്ങൾ വോട്ട് ചോദിച്ച് ഇഷ്ടം പോലെ തളർന്നു. ലാസ്റ്റ് ഞങ്ങളുമായിട്ട് വെറുക്കപ്പെടുന്നു. ഇവിടെ നേരത്തെ വേസ്റ്റ് തള്ളാൻ വരുന്നവരെ പിടിക്കാൻ നോക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ഭീഷണിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഭീഷണിയുണ്ട്. രാത്രി 11 മണി 12 മണി കൊണ്ടൊരു ഒരു ചുവന്ന കാറ്, ഒരു വെള്ളക്കാറ് ഇങ്ങനെ പോകും. കൊണ്ടുപോയിട്ട് ടക്ക് ഇട്ടിട്ട് പോകും. വ്യാപാരികളാണോ അതോ വേറെ ആരെങ്കിലും? വ്യാപാരികൾ തന്നെ, അല്ലാതെ ആരെന്ന് പറയാനോ വ്യാപാരികളാണ്. രാത്രി അവർ വ്യാപാരികളാണ് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോണത്. അത്രയും. നഗരസഭയിലൊക്കെ പോലീസിലൊക്കെ പരാതിപ്പെട്ടില്ലേ? പിടിപ്പുകേടുണ്ട്. ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇപ്പൊ ക്യാമറ കാണാനില്ല, നെറ്റ് കാണാനില്ല. ഇത് എവിടെ പോണു, ആരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയില്ല.